നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട പാർവതി. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. നീ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സാഹചര്യം കൊണ്ട് ചെയ്തു പോകുന്നല്ലേ നീ ഇപ്പൊ പറയാൻ വന്നത്? കല്യാണം കഴിയുന്നത് വരെ പല്ലവി എന്നോട് നുണ പറയുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു സർ. അതിനുശേഷം എല്ലാം ഞാൻ അറിയുന്നത്. രവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പല്ലവി ഒരു നാടകം കളിച്ചതാണെന്ന് പറഞ്ഞ സാർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാനിതൊന്നും പറയാതിരുന്നത്. എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു സർ. പാർവതി, നിനക്ക് എന്തോ എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളതല്ലേ? അത് നിനക്ക് ബോധ്യമുള്ളതല്ലേ? എന്ത് തല പോകുന്ന കാര്യമാണെങ്കിലും നീ അതെ എന്നോട് പറയണമായിരുന്നു. നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് എല്ലാം തുറന്നു പറയാൻ നീ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. ഈ ധൈര്യം നീ അന്ന് കാണിക്കണമായിരുന്നു. എങ്കിലിപ്പോ ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷനെ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് എന്റെ അനിയനോട് മാപ്പ് പറയേണ്ടി വരില്ലായിരുന്നു. ഞാൻ എന്ത് പറയാനാ? അപ്പോഴത്തെ ബുദ്ധിക്ക് ഞാൻ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടു പോയില്ലേ? എന്റെ ഭാര്യ എന്നോടൊരു വലിയ രഹസ്യം മറച്ചു വെച്ചു എന്ന് പറയുമ്പോ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായി പോയില്ലേ? ഒരു വിട്ടിയായി പോയില്ലേ ഞാൻ? ഞാൻ തോറ്റുപോയി. ഞാനായിട്ട് തോറ്റതല്ല, നീയായിട്ട് എന്നെ തോൽപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം സർ. പാർവതി, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടാവരുത്. നിന്നെ ഞാൻ വിശ്വസിച്ചത് തെറ്റായി പോയെന്ന് പ്രഭാവതി അമ്മയെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.